ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ക്യാഷ് ബാക്ക് കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകളാണ്. ഒന്ന് ആക്സിസ് ബാങ്കിൻ്റെ എയർടെൽ കാർഡും അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ സ്വിഗ്ഗി കാർഡും. ഈ രണ്ട് കാർഡുകളിലും കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ ആക്സിസ് ബാങ്ക് എയർടെൽ കാർഡാണെങ്കിൽ അതിൽ ഡിവാലുവേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സിലും കാര്യങ്ങളിലൊക്കെ കാര്യമായുള്ള ഡൗൺഗ്രേഡ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ HDFC ബാങ്കിൻ്റെ ആ ഒരു സ്വിഗ്ഗി കാർഡാണെങ്കിൽ അവർ ആ ഒരു സിംഗിൾ കാർഡിനെ രണ്ട് വേരിയൻ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് വേരിയൻറ്റും മറ്റൊന്ന് ഓറഞ്ച് വേരിയൻറ്റും. ഒന്ന് ഒരു ബേസ് വേരിയൻറ്റും മറ്റൊന്ന് ഒരു പ്രീമിയം വേരിയൻ്റ് എന്ന രീതിയിൽ രണ്ട് കാറ്റഗറി ആയിട്ട് അവർ അതിനെ മാറ്റിയിട്ടുണ്ട്. സോ ഈ രണ്ട് കാർഡുകളിലും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ ഏപ്രിൽ 12 മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിലവിൽ ആ ഒരു കാർഡിൻ്റെ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ താങ്ക്സ് ആപ്പ് വഴിയുള്ള എയർടെൽ പേയ്മെൻറ്റ്സ് ലൈക്ക് എയർടെൽ റീചാർജ്, അതുപോലെ തന്നെ എയർടെലിൻ്റെ DTH പേയ്മെൻറ്റ്, വൈഫൈ പേയ്മെൻറ്റ്, ബ്രോഡ്ബാൻഡ് പേയ്മെൻറ്റ്, അങ്ങനെയുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 25% ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. അപ് ടു ഒരു മാസം 250 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാം. പിന്നെ എയർടെൽ താങ്ക്സ് ആപ്പ് വഴി തന്നെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് ലൈക്ക് വാട്ടർ ബിൽ പേയ്മെൻറ്റ്, ഗ്യാസ് ബിൽ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 10% ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതും അപ് ടു ഒരു മാസം 250 രൂപ വരെയാണ് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക്. മറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 1% ക്യാഷ് ബാക്കുമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ബ്രാൻഡ് ഓഫർ നോക്കിക്കഴിഞ്ഞാൽ സൊമാറ്റോ, സ്വിഗ്ഗി, അതുപോലെ തന്നെ ബിഗ് ബാസ്ക്കറ്റിൽ നമുക്ക് 10% ക്യാഷ് ബാക്കും അപ് ടു 500 രൂപ വരെ ഈ ഒരു കാർഡ് നിലവിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ മാറ്റം നമുക്ക് എയർടെൽ താങ്ക്സ് ആപ്പ് വഴിയുള്ള എയർടെൽ ടെലികോം പേയ്മെൻറ്റ്സിൽ 25% ക്യാഷ് ബാക്ക് കിട്ടും. അതൊരു മാസം 250 രൂപ വരെയാണ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കുക. അതിൻ്റെ ക്യാപ്പിലാണ് മാറ്റം വരുന്നത്. അതിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് ഏപ്രിൽ 12 മുതൽ ഇവരുടെ ബേസ് ക്യാഷ് ബാക്ക്, അതായത് 1% ക്യാഷ് ബാക്കിൽ നിങ്ങൾ ആ ഒരു സെയിം മന്തിൽ നേടുന്ന ക്യാഷ് ബാക്ക് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക്. അതായത് ഉദാഹരണമായിട്ട് നിങ്ങൾ 1% കാറ്റഗറിയിൽ ആ ഒരു മാസം 12,500 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1% കാറ്റഗറിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് 125 രൂപയാണ്. അപ്പോൾ 125 രൂപയുടെ ഇരട്ടി 250 രൂപ നിങ്ങൾക്ക് 25% ക്യാഷ് ബാക്കിൽ ആ ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും. ഇനി 1% കാറ്റഗറിയിൽ നിങ്ങൾ ആ ഒരു മാസം 25,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ ആ മാസം 250 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. സോ 25% കാറ്റഗറിയിൽ അതിൻ്റെ ഇരട്ടി, അതായത് 250ൻ്റെ ഇരട്ടി, അതായത് മാക്സിമം 500 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാൻ കഴിയും. നെക്സ്റ്റ് ചേഞ്ച് വരുന്നത് 10% ക്യാഷ് ബാക്ക് കാറ്റഗറിയിലാണ്. എയർടെൽ താങ്ക്സ് ആപ്പ് വഴിയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 10% ക്യാഷ് ബാക്ക് അപ് ടു ഒരു മാസം 250 രൂപ വരെയാണ് ഇപ്പോൾ നിലവിൽ ഓഫർ ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ രീതിയിൽ 1% ക്യാഷ് ബാക്ക് കാറ്റഗറിയിൽ നിങ്ങൾ ആ ഒരു മാസം നേടുന്ന ക്യാഷ് ബാക്ക് എത്രയാണോ ആ ഒരു സെയിം തന്നെയായിരിക്കും 10% ക്യാഷ് ബാക്കിൽ നിങ്ങൾക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക്. അതായത് ഉദാഹരണമായിട്ട് നിങ്ങൾ ആ ഒരു മാസം 1% കാറ്റഗറിയിൽ 12,500 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1% കാറ്റഗറിയിൽ നിങ്ങൾ നേടുന്ന ക്യാഷ് ബാക്ക് 125 രൂപയാണ്. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു മാസം നിങ്ങൾക്ക് ഈ ഒരു 10% കാറ്റഗറിയിൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് 125 രൂപയായിരിക്കും. നിങ്ങൾ 25,000 രൂപ 1% കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ 250 രൂപ ക്യാഷ് ബാക്ക് നേടാം. സോ നിങ്ങൾക്ക് ആ ഒരു സെയിം ക്യാഷ് ബാക്ക് തന്നെ 10% കാറ്റഗറിയിൽ നിങ്ങൾക്ക് മാക്സിമം നേടുവാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ആ ഒരു മാസം 1% കാറ്റഗറിയിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും 25% ക്യാഷ് ബാക്കും അതുപോലെ തന്നെ 10% ക്യാഷ് ബാക്കിൻ്റെയും മാക്സിമം ക്യാപ്പ് വരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് 25% കാറ്റഗറിയിൽ 250 രൂപ, അതുപോലെ തന്നെ നമുക്ക് 10% കാറ്റഗറിയിലും 250 രൂപയാണ് ക്യാപ്പ്. അപ്പോൾ ആ സെയിം ക്യാപ്പ് തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം ഒരു 25,000 രൂപ 1% കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1% കാറ്റഗറിയിൽ 250 രൂപ ക്യാഷ് ബാക്ക് നേടാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാസം 25% കാറ്റഗറിയിൽ നിങ്ങൾക്ക് 500 രൂപ വരെ മാക്സിമം ക്യാഷ് ബാക്ക് നേടാം. 10% കാറ്റഗറിയിൽ നിങ്ങൾക്ക് ആ സെയിം ക്യാഷ് ബാക്ക് 250 രൂപ വരെ ആ ഒരു മാസം നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ചേഞ്ച് വരുന്നത് പ്രിഫേർഡ് മർച്ചൻസിൽ കിട്ടിയിരുന്ന ഓഫറിലാണ്. നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റിൽ കിട്ടിയിരുന്ന ആ ഒരു 500 രൂപ വരെയുള്ള ഒരു 10% ക്യാഷ് ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. പകരം വരുന്ന ഓഫർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൊമാറ്റോ, അതുപോലെ തന്നെ ബ്ലിങ്കിറ്റ്, ഡിസ്ട്രിക്റ്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് 10% വാല്യൂ ബാക്കാണ് ഓഫർ ചെയ്യുന്നത്, ക്യാഷ് ബാക്ക് അല്ല. ഈ 3 പ്ലാറ്റ്ഫോമിലും നമുക്ക് ഒരു മാസം 200 രൂപ വരെ നമുക്ക് അപ് ടു ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ക്യാഷ് ബാക്ക് അല്ല, വാല്യൂ ബാക്ക് ആണ്. ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും സൊമാറ്റോ ആണെങ്കിലും ബ്ലിങ്കിറ്റ് ആണെങ്കിലും ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും ഒരു മാസം അപ് ടു 200 രൂപ വരെ വാല്യൂ ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. അത് ക്യാഷ് ബാക്ക് ആയിട്ടല്ല വരുന്നത്, നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ വാലറ്റിലേക്ക് ആയിരിക്കും ആ ഒരു വാല്യൂ ബാക്ക് കിട്ടുക. ആ ഒരു വാല്യൂ ബാക്ക് പിന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പിന്നെ ഫ്യൂച്ചർ ഓർഡറിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മിനിമം ഓർഡർ വാല്യൂ വരുന്നുണ്ട്. സൊമാറ്റോ ആണെങ്കിലും ബ്ലിങ്കിറ്റ് ആണെങ്കിലും മിനിമം ഓർഡർ വാല്യൂ വരുന്നത് 499 രൂപയാണ്. പിന്നെ എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച്, നമുക്കിപ്പോൾ നിലവിൽ ആ ഒരു കാർഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ്
ആക്സസ് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവുകയാണ്. ഏപ്രിൽ 12 മുതൽ ആ ഒരു കാർഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലൗഞ്ച് ആക്സസ് കിട്ടുകയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടും. സോ ഇതൊക്കെയാണ് എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡിൽ ഏപ്രിൽ 12 മുതൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. പ്രധാനമായിട്ടും 10% കാറ്റഗറിയിലും 25% കാറ്റഗറിയിലും മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് 1% ബേസ് കാറ്റഗറിയിൽ നമ്മൾ ആ ഒരു മാസം നേടുന്ന ക്യാഷ് ബാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ 1% ക്യാഷ് ബാക്ക് കാറ്റഗറിയിൽ നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരാകും. ഈ ഒരു ചേഞ്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളൊരു കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ കാർഡ് ക്ലോസ് ചെയ്യുമോ അതോ കണ്ടിന്യൂ ചെയ്യുമോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്ന മറ്റൊരു ചേഞ്ച് HDFC ബാങ്കിൻ്റെ സ്വിഗ്ഗി കാർഡിലാണ്. അതിപ്പോൾ നിലവിൽ ഒരു കാർഡാണ്, അത് 2 കാർഡാക്കി മാറ്റുന്നു. സ്വിഗ്ഗി ഓറഞ്ചും അതുപോലെ തന്നെ സ്വിഗ്ഗി ബ്ലാക്കും. സ്വിഗ്ഗി ഓറഞ്ച് ഒരു മിഡ് വേരിയൻറ്റ് കാർഡാണ്, സ്വിഗ്ഗി ബ്ലാക്ക് പ്രീമിയം വേരിയൻറ്റ് കാർഡാണ്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് സ്വിഗ്ഗി എക്കോസിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് പെർസെൻറ്റേജിലും അതിൻ്റെ ക്യാപ്പിലൊക്കെയാണ്. സ്വിഗ്ഗി ബ്ലാക്ക് ആണെങ്കിൽ പ്രീമിയം കാർഡാണ്, അതുകൊണ്ട് തന്നെ സ്വിഗ്ഗി പ്ലാറ്റ്ഫോംസിൽ 10% ക്യാഷ് ബാക്ക് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അതേസമയം സ്വിഗ്ഗി ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് 10% പകരം 5% ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഓൺലൈൻ കാറ്റഗറിയിൽ 2 കാർഡിലും സെയിം ആണ്, നമുക്ക് 5% ക്യാഷ് ബാക്ക് തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ് നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്കിൻ്റെ ക്യാപ്പിലാണ്. സ്വിഗ്ഗി ബ്ലാക്ക് കാർഡാണെങ്കിൽ നമുക്ക് സ്വിഗ്ഗി പ്ലാറ്റ്ഫോംസിൽ 10% ക്യാഷ് ബാക്ക് അപ് ടു ഒരു മാസം 1500 രൂപ വരെ മാക്സിമം നേടുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓൺലൈൻ കാറ്റഗറി സ്പെൻഡിംഗ് ആണെങ്കിൽ 5% ക്യാഷ് ബാക്കിന് നമുക്ക് ഒരു മാസം അപ് ടു 1500 രൂപയാണ് ക്യാപ്പ് വരുന്നത്. അതേസമയം സ്വിഗ്ഗി ഓറഞ്ച് കാർഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വിഗ്ഗി പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്ന 5% ക്യാഷ് ബാക്കിൻ്റെ ക്യാപ്പും അതുപോലെ തന്നെ ഓൺലൈൻ കാറ്റഗറി സ്പെൻഡിങ്ങിന് കിട്ടുന്ന 5% ക്യാഷ് ബാക്കിൻ്റെ ക്യാപ്പും ടോട്ടൽ വരുന്നത് ഒരു മാസം 1500 രൂപയാണ്. പിന്നെ മറ്റ് എലിജിബിൾ സ്പെൻഡിംഗ് ഇൻക്ലൂഡിംഗ് ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് നമുക്ക് 2 കാർഡിലും 1% ക്യാഷ് ബാക്ക് അപ് ടു 1000 രൂപ വരെയാണ് ഒരു മാസം നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ ക്ലിയർ ട്രിപ്പ് ബെനിഫിറ്റ് വരുന്നത് രണ്ടിലും സെയിം ആണ്, നമുക്ക് 19% ഓഫ് പ്ലസ് 5% ക്യാഷ് ബാക്ക് ഹോട്ടൽ ബുക്കിങ്ങിന് കിട്ടും. പിന്നെ ഫ്ലൈറ്റ് ആണെങ്കിൽ 6% ഓഫ് പ്ലസ് 5% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. പിന്നെ നൈക്ക ബെനിഫിറ്റ് ആണെങ്കിലും രണ്ടിലും സെയിം ആണ്, നൈക്ക ആപ്സിൽ 5% ഓഫ് പ്ലസ് 5% ക്യാഷ് ബാക്ക്. പിന്നെ പേടിഎം ബെനിഫിറ്റ് ആണെങ്കിലും പേടിഎം വഴി ബസ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6% ഓഫ് പ്ലസ് 5% ക്യാഷ് ബാക്ക് കിട്ടും. അത് 2 കാർഡിലും സെയിം ആണ്. പിന്നെ ഫീസ് വരുന്നത് ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ 1000 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത്. ഓറഞ്ച് കാർഡ് ആണെങ്കിൽ 500 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് ആണ്, അത് സെയിം ആണ്. ഇപ്പോൾ നിലവിൽ സ്വിഗ്ഗി കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ ഏത് വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും എന്നതിലൊരു വ്യക്തതയില്ല. ചിലപ്പോൾ ഓറഞ്ച് വേരിയന്റിലേക്കായിരിക്കും അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓറഞ്ച് വേരിയന്റ് ആണെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് റെഡ്യൂസ് ചെയ്യപ്പെടും. നമുക്ക് സ്വിഗ്ഗി പ്ലാറ്റ്ഫോംസിൽ 10% ക്യാഷ് ബാക്കിന് പകരം 5% ക്യാഷ് ബാക്ക് മാത്രമേ കിട്ടൂ. അതുപോലെ തന്നെ ക്യാപ്പ് ആണെങ്കിലും ഓൺലൈൻ കാറ്റഗറിയിലും സ്വിഗ്ഗി പ്ലാറ്റ്ഫോംസിലും കൂടി മൊത്തത്തിൽ 1500 രൂപയാണ് ഒരു മാസം മാക്സിമം നേടുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് വേരിയന്റ് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും അതിലൊരു ക്ലാരിറ്റി ഇല്ല, അങ്ങനെ ഒരു ചാൻസ് ആണുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ സ്വിഗ്ഗി കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വേരിയന്റിലേക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റൂ. അതിന് അപ്ഡേറ്റ് എന്തായാലും വരുമായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഈ പുതിയ മാറ്റത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.